കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. പൗലോസ് പറയുന്നു, ഞാനായിരിക്കുന്നത് കൃപയാൽ. പ്രിയ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്നത് ദൈവത്തിന്റെ മഹാകൃപയാൽ. പൗലോസിനോട് കർത്താവ് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനത തിരിഞ്ഞു. ഏത് ബലഹീനമായ അവസ്ഥയാണോ, നിൽക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്നിടത്തും ദൈവത്തിന്റെ കൃപ ബലഹീനതയിൽ തിരിഞ്ഞു. എന്നിട്ട് മറ്റിടത്ത് പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ കാത്തു, ഞാൻ സകലത്തിലും മതിയാകും. സകലത്തെയും ജയിക്കാനുള്ള ദൈവശക്തി നമുക്ക് വീണ്ടും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടും. ഈ കാലഘട്ടത്തിൽ പ്രിയരെ പിടിച്ചു നിൽക്കാൻ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഡിഗ്രി കൊണ്ടോ ഒന്നും കഴിയത്തില്ല. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ, അമിത ബലം നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ നമുക്കിടയാവും. ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങൾ തയ്യാറാവണം. വിശ്വാസത്തോടെ മുമ്പോട്ട് മൂവ് ചെയ്യണം. സംശയിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിലല്ല, ദൈവശക്തി ഏറ്റെടുത്ത് ശക്തമായി മുൻപോട്ട് പോകാൻ തയ്യാറായാൽ വൻ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനിടയാവും. സഹോദരങ്ങളെ, പരാജയപ്പെട്ട ഒരു കർത്താവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ലോകത്ത് നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച, പിശാചിനെ ജയിച്ച, സകലത്തെയും ജയിച്ച, പാപത്തെ ജയിച്ച ഒരു കർത്താവിനെ അല്ലേ നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് ഇന്നും സ്തോത്രം ചെയ്യാം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നമ്മെ നടത്താൻ കഴിവുള്ളവന് നന്ദി പറയാം. ഇന്ന് നമുക്ക് ആവർത്തിച്ച് പറയാം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നും ആ വാക്യം പറയാം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ ദൈവത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാനിടയാക്കും. 37-ാം സങ്കീർത്തനം 18-ാമത് വാക്യം, യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. എന്നിട്ട് പറയുന്നു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, യഹോവയിൽ തന്നെ എൻജോയ് ചെയ്യുക. അവിടുന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകും. അടുത്തതും നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. അടുത്ത നോക്കണേ, അവനിൽ തന്നെ ആശ്രയിക്കുക. എല്ലായിടത്തും ആശ്രയിച്ചിട്ട് ദൈവത്തിലൂടെ ആശ്രയിക്കാനല്ല, വഴി യഹോവയിൽ പരമേൽപ്പിച്ചിട്ട് ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തയ്യാറായാൽ അവിടുന്ന് നമ്മുടെ പാതകളെ നേരെയാക്കും. എന്നിട്ടാണ് നമ്മുടെ കുറിവാക്യത്തിന്റെ ശ്രദ്ധേയമായ ഭാഗം, യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയും. നടപ്പിൽ നിഷ്കളങ്കരായ, പ്രവൃത്തിയിൽ നിഷ്കളങ്കരായ തന്റെ ജനത്തിന്റെ ഓരോ ദിവസത്തെയും ദൈവം അറിയുന്നു. ഓരോ ദിവസത്തെ കാര്യങ്ങളെ ദൈവം അറിയുന്നു. സഹോദരങ്ങളെ, ഇന്നെങ്ങനെയായി തീരുമെന്ന് നമുക്കറിയില്ല, നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ നാളുകളെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ മിനിസ്ട്രിയെ
തുടർന്നുള്ള എല്ലാ വിഷയങ്ങളെയും അറിയുന്ന ദൈവം. അതാണ് പറയുന്ന ആരംഭത്തിങ്കൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്ന ഒരു ദൈവം. നന്ദി പറയാമോ? നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കാൻ തയ്യാറാകും. അവരുടെ ഓരോ ദിവസത്തെയും വ്യക്തമായി അറിയുക മാത്രമല്ല, ആ ദിവസം എന്തു വേണമെന്നറിഞ്ഞ് എവിടെ പ്രവർത്തിക്കണമെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ദൈവം, നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൂതനെ അയക്കേണ്ടടുത്ത് ദൂതനെ അയച്ച ദുർഘടങ്ങളെ നിരപ്പാക്കി നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. നിഷ്കളങ്കന്മാരുടെ ദിവസങ്ങളെ, നാളുകളെ അറിയുന്ന ദൈവം. അയ്യോ, എന്റെ വിഷയം ആരും അറിയുന്നില്ല, ആർക്കും അത് മനസ്സിലാകുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, അതിന്റെ ആഴങ്ങൾ മറ്റാരോട് ഷെയർ ചെയ്യാനും പറ്റില്ല. പക്ഷേ ദൈവവേദനയെ പ്രാർത്ഥിക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ, വചനത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവരെ, നിങ്ങളെ അറിയുന്ന ഒരു ദൈവം, നിങ്ങളുടെ ഓരോ പ്രവർത്തികളെയും അറിയുന്ന ദൈവം, ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളുടെ ശരീരത്തെ അറിയുന്ന ദൈവം, നിങ്ങളുടെ മൈൻഡിനെ അറിയുന്ന ദൈവം, നിങ്ങളുടെ തലമുറകളെ അറിയുന്ന ദൈവം, നിങ്ങളുടെ കുടുംബജീവിതത്തെ അറിയുന്ന ദൈവം, ചിതറിപ്പോയ നിങ്ങളുടെ വിഷയങ്ങളെ കാണുന്ന ദൈവം ഇന്നും വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നു. സ്തോത്രം. മിസ്രയീമിലായിരുന്ന ജനത്തിന്റെ കഷ്ടത കണ്ട് നിലവിളി കേട്ടവർ സങ്കടം അറിഞ്ഞ ദൈവമാ ഇന്ന് പകൽ വിളിച്ചു പറയുന്നത്. ഏതൊക്കെ അടിമത്തം പേർന്നോ, ഭയമാണോ, ഭാരമാണോ, അതിനെയൊക്കെ അറിയുന്ന ദൈവം. നിങ്ങളുടെ ഓരോ ദിവസങ്ങളെയും ദൈവം അറിയുന്നു. അടുത്ത് നോക്കൂ, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. നിഷ്കളങ്കന്മാരുടെ അവകാശം ഒരു ദിവസത്തേക്കല്ല, ആർക്കും തട്ടിയെടുക്കാനും ദൈവം അനുവദിക്കില്ല. ശാശ്വതമായ അവകാശം തരുന്നു. സ്തോത്രം. നീതി ന്യായവും നിഷേധിക്കപ്പെട്ട, അർഹിക്കപ്പെട്ടത് പലതും തടയപ്പെട്ടെങ്കിൽ വരേണ്ട പല വിടുതലുകളും സമയത്ത് അനുഭവിക്കാൻ കഴിയാത്ത പലരും എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവകാശം ശാശ്വതമായിരിക്കും. യോസഫേത് സഹോദരന്മാർക്ക് തട്ടിമാറ്റാൻ പറ്റില്ല. മിസ്രീവെ ശക്തികൾക്ക് ഒതുക്കാൻ പറ്റില്ല. കാരാഗ്രഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ദൈവം നൽകിയ അവകാശത്തിലേക്ക് ആളയച്ച് വിളിപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠനായ ദൈവമാണ് നിന്നെ ദർശനം കാണിച്ച ദൈവം. അതിനെതിരെ തടസ്സങ്ങൾ വരാം. ഇനി അവകാശത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്ന് സാധ്യതകളെല്ലാം വിളിച്ചു പറയാം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനവൻ പൂർണ്ണമായി നൽകാൻ ശക്തനെന്ന് ഉറക്കട്ടെ. അബ്രഹാമിനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയി. കയ്യിലൊന്നുമില്ലായിരുന്നു ഇറങ്ങിയ സമയത്ത്. പക്ഷേ കാൽവെച്ച ദേശമെല്ലാം അബ്രഹാമിന് അവകാശമായി കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. സഹോദരങ്ങളെ, വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ എടുക്കൂ. അഭിഷേകത്തോടും പ്രാർത്ഥനയോടും മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക അവകാശങ്ങൾ, ദൈവിക ഓഹരികളെ തടയാൻ ഒരു ശക്തിക്കും ഒരു സാമ്രാജ്യങ്ങൾക്കും അധികാരങ്ങൾക്കും കഴിയത്തില്ലെന്ന് വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. തന്റെ ജനത്തിന്റെ അവകാശം ശാശ്വതമായിരിക്കും. ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. സ്തോത്രം. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോയി. ക്ഷാമം വരുമ്പോഴും എല്ലാം എതിരാകുമ്പോഴും തന്റെ ജനത്തിന്റെ അവകാശത്തെ ശാശ്വതമായി ഉറപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി തന്റെ ഓഹരിയെ പരിപാലിച്ചിട്ട് കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. കാരണം നമ്മുടെ ഓരോ ദിവസത്തെയും അറിയുന്ന ദൈവം നാളുകളിൽ നമ്മൾ പോകേണ്ട വിഷയങ്ങളെ അറിയാതിരിക്കും, നടത്താതിരിക്കുമോ, സഹായിക്കാതിരിക്കുമോ? എല്ലാവരും അത് സ്തോത്രം ചെയ്തിട്ട് പറ, ഞങ്ങളുടെ നാളുകളെ അറിയുന്ന ദൈവം. പലപ്പോഴും ഞങ്ങൾ വേദനപ്പെട്ടിട്ടുണ്ട്. നാളെ എങ്ങനെയായിത്തീരും, തലമുറയുടെ വിഷയം എന്തായിത്തീരും, അവർ വിവാഹം എന്തായിത്തീരും,
ഔദ്യോഗിക മേഖലകൾ എന്തായിത്തീരും. ഞങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ പലരും ഭയപ്പെടുന്ന അനേക വിഷയങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളെ ഓരോ ദിവസത്തെയും അറിയുന്ന ദൈവം, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെ അറിയുന്ന ദൈവം, തലയിലെ ഒരു മുടി നിലത്ത് വീണാൽ അതുപോലും അറിയുന്ന ദൈവം നിങ്ങളെ മൊത്തം അറിയുന്നു. ഏറിയ കുരികളിലേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവർ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി ജനത്തെ ബലപ്പെടുത്തണമേ, അവരെ ശക്തീകരിക്കണമേ, ധൈര്യപ്പെടുത്തണമേ, ബലത്തോടെ നിർത്തണമേ. എല്ലാ അന്ധകാര മണ്ഡലങ്ങളുടെ മേലും ദൈവം തന്റെ ജനത്തിന് ജയം നൽകുന്നതിന് സ്തോത്രം. അവരെ വിഷാദത്തിലേക്ക് കൊണ്ടുവരുന്ന, ഭയത്തിലേക്ക് കൊണ്ടുവരുന്ന, ഉത്കണ്ഠയിലേക്ക് കൊണ്ടുവരുന്ന സകല ശക്തിയുടെ മേലും ഇന്ന് പകൽ വചനം പറഞ്ഞതുപോലെ ഞങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ മണിക്കൂറുകൾ അറിയുന്ന, ഞങ്ങളുടെ ദിവസങ്ങൾ അറിയുന്ന, ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളുടെ ആഴങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ കരം, ഞങ്ങളുടെ അവകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ ഇന്നും വെളിപ്പെടുന്നതിന് സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകും. സകലമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മൂവ് ചെയ്യുക. നമ്മളെ അറിയുന്ന ദൈവം ഇന്നും കൂടെയുണ്ട്. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഹോസ്പിറ്റൽ.